എവരിവൺ, വെൽക്കം ടു ലാൻഡ് ട്യൂഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 അക്കൗണ്ടിങ്ങിൽ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നുള്ള ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സോ എപ്പോഴാണ് നമ്മളൊരു പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുന്നത്? നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിനകത്ത് കൂടുതലായിട്ട് റിസോഴ്സസ് ആവശ്യമുള്ള സമയത്ത്, നമുക്ക് ക്യാഷ് ആവശ്യമുണ്ട്, നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ മാനേജീരിയൽ സൈഡ് നമുക്ക് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു പാർട്ട്ണറിനെ എന്ത് ചെയ്യാം, നമ്മുടെ ബിസിനസ്സിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ ഒരു പാർട്ട്ണറെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൺസെൻറ്റ് ആവശ്യമാണ്. അങ്ങനെ ഒരു പാർട്ട്ണർ കടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന റൈറ്റുകൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. ദാറ്റ് ഈസ് റൈറ്റ്സ് ഓഫ് ഇൻകമിങ് പാർട്ട്ണർ. ഒരു പുതിയ പാർട്ട്ണർ കടന്നു വരുന്നു, അങ്ങനെ കടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട റൈറ്റുകൾ എന്തൊക്കെയാണ്? ഇത് എക്സാമിനേഷൻ ചോദിക്കാറുണ്ട്. ആ റൈറ്റുകൾ കിട്ടാൻ വേണ്ടി അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതും കൂടെ നമുക്ക് നോക്കാം. സോ when a firm requires additional capital or managerial help or both, they are admitting a new partner. They can admit a partner. ഒരു പാർട്ട്ണറെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാം. എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൺസെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൺസെൻറ്റോടുകൂടി നമുക്ക് പുതിയൊരാളെ നമ്മുടെ ബിസിനസ്സിനകത്തേക്ക് കൊണ്ടുവരാം. അവിടെ നമ്മൾ നമ്മുടെ അഗ്രിമെൻറ്റ്, നമ്മുടെ പാർട്ട്ണർഷിപ്പ് അഗ്രിമെൻറ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരും, അല്ലേ? അവിടെ റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കും. ഓക്കെ, ഇങ്ങനെ നമ്മൾ പാർട്ട്ണർ കടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന പ്രധാനപ്പെട്ട റൈറ്റുകൾ: a newly admitted partner acquires two main rights. Right number 1, right to share asset of the partnership firm. നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അസറ്റിൻ്റെ മുകളിൽ അദ്ദേഹത്തിന് റൈറ്റ് ഉണ്ടാവും. നോക്കൂ, അദ്ദേഹം നമ്മുടെ ബിസിനസ്സിനകത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള മുഴുവൻ അസറ്റുകൾക്കും അദ്ദേഹത്തിന് റൈറ്റ് ഉണ്ടായിരിക്കും. എത്രയാണോ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, അതിനനുസരിച്ചുള്ള റൈറ്റാണ് അദ്ദേഹത്തിന് കിട്ടുക. അസറ്റിൻ്റെ മുകളിൽ റൈറ്റ് ഉണ്ടാവും. ആൻഡ് സെക്കൻഡ് വൺ, റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഫേം. പ്രോഫിറ്റ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഫേം, ഇനി മുന്നോട്ട് പ്രോഫിറ്റിൽ ആ ഫേം ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ ഒരു പങ്ക് ഈ ഇൻകമിങ് പാർട്ട്ണർക്ക് കൂടെ അവകാശപ്പെട്ടതാണ്. ആൻഡ് ദ പോയിന്റ് ഈസ് റൈറ്റ് ടു ഷെയർ അസറ്റ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഫേമിന് അദ്ദേഹം എന്താണ് കൊണ്ടുവരേണ്ടത്? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫോർ ഗെറ്റിംഗ് റൈറ്റ് ടു ഷെയർ ഓൺ ദി അസറ്റ്, ഹി ഹാസ് ടു ബ്രിങ് ക്യാപിറ്റൽ. ഓക്കെ, ഹി ഹാസ് ടു ബ്രിങ് ക്യാപിറ്റൽ. റിക്വയർഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ അദ്ദേഹത്തിന് അസറ്റിന് മുകളിൽ റൈറ്റ് കിട്ടും. മാറിപ്പോവരുത്, പലപ്പോഴും മിസ്റ്റേക്ക് വരുന്ന ഏരിയയാണ്. റൈറ്റ് ടു ഷെയർ അസറ്റ് ഓഫ് ദി ഫേം, അല്ലെങ്കിൽ അസറ്റിന് മുകളിൽ റൈറ്റ് കിട്ടണമെങ്കിൽ പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്നത് ക്യാപിറ്റലാണ്. അദ്ദേഹം റിക്വയർഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കൊണ്ടുവരണം. ആൻഡ് റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ് ഓഫ് ദ ഫേം. പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഷെയർ ചെയ്യാനുള്ള റൈറ്റിന് വേണ്ടിയിട്ട് ന്യൂ പാർട്ട്ണർ കൊണ്ടുവരുന്നത് ഗുഡ്വില്ലാണ്. റിക്വയർഡ് എമൗണ്ട് ഓഫ് ഗുഡ്വില്ലാണ്. ദാറ്റ് ഈസ് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹം പ്രീമിയം എന്ന രീതിയിലാണ് കൊണ്ടുവരിക, അല്ലേ? പ്രീമിയം എന്നുള്ള രീതിയിലാണ് കൊണ്ടുവരിക. നമുക്കറിയാം, അക്കോർഡിംഗ് ടു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഗുഡ്വിൽ റെക്കോർഡ് ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രീമിയം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ഹി ഹാസ് ടു ബ്രിങ് റിക്വയർഡ് എമൗണ്ട് ഓഫ് ഗുഡ്വിൽ ടു ഗെറ്റ് ദ റൈറ്റ് ഓൺ പ്രോഫിറ്റ് ഓഫ് ദ ഫേം. ശ്രദ്ധിക്കുക, അസറ്റിന് മുകളിൽ റൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാപിറ്റലാണ് കൊണ്ടുവരേണ്ടത്. അതേപോലെ പ്രോഫിറ്റിന് മുകളിൽ റൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഗുഡ്വിലാണ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, സോ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം. എക്സാമിന് ചോദിക്കാറുണ്ട്, 2 മാർക്കും ചോദിക്കാറുണ്ട്. അതേപോലെ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതേപോലെ ടോപ്പിക്കിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോ കാണാം.